السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ട വിഭാഗമാണ് അവർ എന്നറിയിച്ചിട്ടുള്ള ആളുകളുടെ പ്രത്യേകതകളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയത്. 4 കാര്യങ്ങൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. ഒന്ന്, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും അതിനെ രണ്ടിനെയും ആദരിക്കുകയും അതിലെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങുകയും ചെയ്യുന്നവരാണവർ. ഖുർആന് വേറെ സുന്നത്ത് വേറെ എന്ന വേർതിരിവ് ഒരിക്കലും അഹ്ലുസുന്ന വൽ ജമാഅ കാണിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാകുന്ന തെളിവുകൾ അതാണ് മുന്നിൽ വെക്കുക. തങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിലും ശരി, ബുദ്ധിയും പ്രമാണവും വൈരുദ്ധ്യമാണ് എന്നവർ പറയുകയില്ല. അങ്ങനെ തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ, പ്രമാണങ്ങളെ, ഖുർആനിനെയും സുന്നത്തിനെയും തട്ടുകയും ചെയ്യുകയില്ല, തള്ളുകയും ചെയ്യുകയില്ല. മൂന്നാമതായി, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഈ ഉമ്മത്തിലെ നല്ലവരായ ആളുകൾ, സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവർക്ക് ശേഷം വന്ന താബിഉകൾ, അവർക്ക് ശേഷം വന്ന തബഉ താബിഉകൾ, അവരെങ്ങനെയാണോ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണോ ഈ ദീൻ പാലിച്ചത്, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. നാലാമതായി നമ്മൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലുമുള്ള ആയത്തുകളും ഹദീസുകളും അത് രണ്ടും ഒരുമിപ്പിച്ചുകൊണ്ട് അഹ്ലുസുന്ന മുന്നോട്ട് പോകും. അഥവാ അള്ളാഹുവിൻ്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും, സഹീഹായ ഹദീസുകളിലും ഖണ്ഡിതമായ വ്യക്തമായ നിയമങ്ങൾ പറയുന്ന ആയത്തുകളുണ്ട്, അതുപോലെ ഹദീസുകളുണ്ട്. അതിനെ ആശയ സാദൃശ്യമുള്ള, അഥവാ നേരെ എല്ലാവർക്കും മനസ്സിലാവാത്ത രൂപത്തിലാണ് അതിലെ പ്രയോഗങ്ങൾ എങ്കിലും അതിനെ രണ്ടിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയാതെ, ഹദീസിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയാതെ, അതല്ലെങ്കിൽ ഖുർആനും സുന്നത്തും പരസ്പരം വൈരുദ്ധ്യമാണ് എന്നും പറയാതെ, ഖുർആനിനെയും സുന്നത്തിനെയും ഒരുമിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. 4 കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്. 5ാമത്തെ കാര്യം, അൽ ജംഉ ബൈനൽ ഖൗഫി വർ-റജാഇ വൽ ഹുബ്ബി ഫിൽ ഇബാദ. അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ വേർതിരിക്കുന്ന സുപ്രധാനമായ മറ്റൊരു കാര്യമാണിത്. ഭയവും പ്രതീക്ഷയും സ്നേഹവും, അഥവാ അള്ളാഹുവിനോടുള്ള ഭയം, അതുപോലെ അള്ളാഹുവിലുള്ള അതിയായ പ്രതീക്ഷ, റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, ഇത് മൂന്നും തങ്ങളുടെ ആരാധനാ കർമ്മങ്ങളിൽ ഒരുമിപ്പിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ, നമ്മുടെ ഏത് ഇബാദത്തുമാവട്ടെ, അതിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കണം. ഒന്ന്, അൽ ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അള്ളാഹു കൽപ്പിച്ചതാണ്, എന്നോട് ആജ്ഞാപിച്ചതാണ് എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ എല്ലാ നിലക്കും അള്ളാഹുവിനോടുള്ള സ്നേഹം മനസ്സിൽ നിറഞ്ഞു നിന്നിരിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഭയപ്പാടുണ്ടാകണം, പേടി തോന്നണം.
കാരണം നമ്മുടെ തെറ്റുകൾ കൊണ്ട്, നമ്മുടെ പാപങ്ങൾ കൊണ്ട്, നമ്മുടെ കുറവുകൾ, അപാകതകൾ കൊണ്ട് അള്ളാഹു എങ്ങാനും ഇബാദത്തുകൾ സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടി മനസ്സിലുണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ എൻ്റെ റബ്ബിത് സ്വീകരിക്കും, എനിക്ക് പ്രതിഫലം നൽകും എന്ന അതിയായ പ്രതീക്ഷ ഉണ്ടായിരിക്കണം. അഹ്ലുസുന്ന വൽ ജമാഅ ഇത് മൂന്നും ഒരുമിപ്പിക്കുന്നവരാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞ അനേകം ആയത്തുകളിൽ നമുക്ക് കാണാം. മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, നന്മകൾ ചെയ്യും, അതോടൊപ്പം പേടിയുണ്ടാകും. നന്മകൾ ചെയ്യുന്നതോടൊപ്പം അള്ളാഹു എങ്ങാനും സ്വീകരിക്കാതിരിക്കുമോ എന്ന ഭയപ്പാട് അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു മുഅ്മിൻ നന്മകൾ ചെയ്യുന്നതോടൊപ്പം ഭയപ്പാടിൻ്റെയും പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കും ജീവിക്കുക. അതിൻ്റെ കൂടെ അള്ളാഹുവിനോടുള്ള സ്നേഹവും അതിയായ സ്നേഹവും. ഈ മൂന്ന് കാര്യങ്ങളിലും സഹോദരങ്ങളെ, വ്യത്യസ്തങ്ങളായ പിഴച്ച കക്ഷികളെ നമുക്ക് കാണാം. അവർ അതിര് കവിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിലുള്ള ഭയപ്പാട് മാത്രം നിലനിർത്തിക്കൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, ഖവാരിജുകളെപ്പോലെ. അതുകൊണ്ട് തന്നെ അവർ വൻപാപങ്ങൾ ചെയ്ത ഒരാളെ ഇസ്ലാമിൽ നിന്നും പുറത്താണ് എന്ന് പറയും. വൻപാപങ്ങൾ എന്നത്, അൽ കബായിർ എന്നത് വലിയ അപകടമാണ്, ഗുരുതരമാണ്. ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം വൻപാപത്തിൽ ഏർപ്പെട്ട ഒരാളെ അവർ ശാശ്വതമായി നരകത്തിലാക്കും. അവർ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, അവർക്ക് പാപമോചനമില്ല എന്നാണ് അവർ വിശ്വസിക്കുക. അഥവാ വൻപാപങ്ങളുടെ പേരിൽ തക്ഫീർ ചെയ്യും, കാഫിറുകളാക്കി മാറ്റും. അഹ്ലുസുന്നത്തിൻ്റെ രീതിയല്ല അത്. ഷിർക്കോ കുഫ്രോ അല്ലാത്ത ഏത് പാപങ്ങളും ഒരാൾ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോവുകയില്ല. ഷിർക്കും കുഫ്റും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും നസ്സാണ്, വ്യക്തമായ തെളിവാണ്. അത് രണ്ടും ചെയ്താൽ അമലുകൾ പൊളിഞ്ഞുപോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതല്ലാത്ത വൻപാപങ്ങൾ കബായിറുകൾ ചെയ്ത ഒരാൾ കാഫിറാവുകയില്ല. ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. അതിനവരെ പ്രേരിപ്പിച്ച കാര്യം ഇതാണ്. അവർ അള്ളാഹുവിൻ്റെ താക്കീതുകളുടെ ആയത്തുകളാണ് എടുത്തുപിടിക്കുക. അള്ളാഹു നൽകിയ താക്കീതുകൾ, ശക്തമായ താക്കീതുകൾ, അതാണ് അവർ മുന്നിൽ വെക്കുക. അങ്ങനെ അവർ അതിൽ അതിര് കവിഞ്ഞു. ഭയം അവർക്ക് കൂടിപ്പോയി. അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. തെറ്റുകൾ ചെയ്താൽ, സ്വന്തത്തോട് അതിക്രമങ്ങൾ ചെയ്താൽ, എത്ര കണ്ട് ചെയ്താലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശരായി പോവരുത്. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരേക്കും ഒരാൾക്ക് അള്ളാഹുവിൻ്റെ തൗബ അള്ളാഹു നൽകും. അള്ളാഹു അതിൻ്റെ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഖവാരിജുകൾ അതിന് വിപരീതമായിട്ടാണ് വിശ്വസിക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കാണുകയില്ല. അതുകൊണ്ട് തന്നെ നോക്കൂ, അഹ്ലുസുന്ന വേർതിരിയുന്ന ഒരു കാര്യം അതാണ്. അഹ്ലുസുന്ന വൽ ജമാഅ ഭയത്തിൻ്റെ കാര്യത്തിൽ അതിര് കവിയുകയില്ല. രണ്ടാമത്തെ വിഭാഗം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ റജാ ഉണ്ടായിരിക്കണം. റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. അള്ളാഹുവിലുള്ള അതിയായ പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പ്രതീക്ഷ അതിര് കവിഞ്ഞു പോയ ചില ആളുകളുണ്ട്. പ്രതീക്ഷ അതിര് കവിഞ്ഞുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും, എത്ര പാപങ്ങൾ ചെയ്താലും അള്ളാഹു ഗഫൂറാണ്, റഹീമാണ് എന്ന് ചില ആളുകൾ പറയും. അൽ മുർജിഅ എന്നാണ് അവരെക്കുറിച്ച് പറയപ്പെടുക. അവർ പ്രതീക്ഷയുടെ ആയത്തുകൾ മാത്രമേ കാണുകയുള്ളൂ. അള്ളാഹു താക്കീത് ചെയ്ത, അള്ളാഹു ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്ത ആയത്തുകളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ അവർ മുഖവിലക്കെടുക്കുകയില്ല. അത് സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ നാട്ടിൽ പല ആളുകളിലും കാണാൻ സാധിക്കും. ഹറാമിൻ്റെ കച്ചവടത്തിൽ, അതല്ലെങ്കിൽ ലോണ് പോലെയുള്ള പലിശയിൽ ഏർപ്പെടും. ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയുക? അള്ളാഹു പുറത്തു തരൂലേ? അള്ളാഹു പുറത്തു തരും, ശരിയാണ്. പക്ഷേ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ നീ ബാക്കിയുണ്ടാകുമോ എന്നാണ് ഭയപ്പെടേണ്ടത്. എപ്പോഴാണ് മരിച്ചു പോവുക എന്ന് പറയാൻ സാധിക്കുകയില്ല. പ്രതീക്ഷ അതിര് കവിഞ്ഞുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആദർശത്തിന് എതിരാണ് പ്രവർത്തിക്കുന്നത്. ഭയവും പ്രതീക്ഷയും ഒരുമിച്ച് കൊണ്ടുപോകണം. ആദ്യം പറഞ്ഞ വിഭാഗം ഭയത്തിൽ അതിര് കവിഞ്ഞു, അവർ പ്രതീക്ഷ അള്ളാഹുവിൻ്റെ കാരുണ്യം കാണുകയില്ല. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ ശിക്ഷകളെക്കുറിച്ച് അവർക്ക് തീരെ വിലയില്ല. അള്ളാഹു പറഞ്ഞ ശിക്ഷകൾ, താക്കീതുകൾ അതവർ മുഖവിലക്കെടുക്കുകയില്ല.
എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അള്ളാഹു പുറത്തു തരും, എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ രീതിയല്ല. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അൽ ഹുബ്, സ്നേഹം അതുണ്ടായിരിക്കണം. ഏത് ഇബാദത്തിലും അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. അപ്പോഴാണ് ആ ഇബാദത്ത് നമുക്ക് കൺകുളിർമയായി തീരുക. സഹോദരങ്ങളെ, ഇതിൽ അതിര് കവിഞ്ഞ വിഭാഗമുണ്ട്. അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രം മതി എന്നു പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ട്. സൂഫികൾ, പിഴച്ച സൂഫി തരീഖത്തിൻ്റെ ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനോട് സ്വർഗത്തിനു വേണ്ടി ചോദിക്കുകയില്ല, അള്ളാഹുവിനോട് നരകത്തിൽ നിന്നും കാവൽ ചോദിക്കുകയില്ല. സ്നേഹം മാത്രം മതി, റബ്ബിനെ സ്നേഹിച്ചാൽ മാത്രം മതി എന്നാണ് അവരുടെ വാദം. എന്നിട്ടോ യഥാർത്ഥ സ്നേഹമാണോ അത്? ഒരിക്കലുമല്ല. സ്നേഹം എന്ന് പറഞ്ഞവർ സ്നേഹിച്ച് 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 എന്താകും? അള്ളാഹുവിലേക്ക് ലയിക്കും എന്നതാണ് അവരുടെ പിഴച്ച വാദം. ഈ സ്നേഹത്തിൻ്റെ വാദം ചെന്നെത്തുന്ന എവിടേക്കാണ്? ഒരു മനുഷ്യൻ, ഒരടിമ അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രം കാത്തു സൂക്ഷിച്ചാൽ മതി. അത്തരം ആളുകളെ നോക്കിയാൽ നമുക്ക് കാണാം, ഇബാദത്തുകൾ ചെയ്യുകയില്ല. വലിയ വലിയ വലികളാണ് എന്ന് പറയുന്ന സൂഫി തരീഖത്തിൻ്റെ ശൈഖുമാരെ നോക്കിയാൽ മതി, നിസ്കരിക്കുകയില്ല, നോമ്പെടുക്കുകയില്ല, കുളിക്കുകയില്ല, വൃത്തിയിൽ നടക്കുകയില്ല, ആകെ ഒരു മനുഷ്യൻ്റെ കോലത്തിലല്ലാതെയായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ചോദിച്ചാൽ പറയും റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതെവിടെയാണ് അവരെ കൊണ്ടെത്തിച്ചത്? അള്ളാഹുവിലേക്കുള്ള ഫനാ എന്നാണ് അവരതിന് പറയുക. അടിമ സ്രഷ്ടാവിലേക്ക് ചെന്ന് ലയിക്കും. നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, ആരാണ് റബ്ബ്? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. അള്ളാഹു എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാൻ. എല്ലാറ്റിനെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ റബ്ബിലേക്ക് പുഴുവിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത മനുഷ്യൻ ലയിച്ചു ചേരുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആളുകൾ വിശ്വസിക്കുന്നത്? എന്താണ് അവരുടെ വിശ്വാസം? അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന അവരുടെ അവകാശവാദം ചെന്നെത്തിക്കുന്നത് ഇത്തരം പിഴച്ച അഖീദയിലേക്കാണ്. എന്നിട്ട് എത്രത്തോളം സഹോദരങ്ങളെ, തൂണിലും തുരുമ്പിലും അള്ളാഹു ഉണ്ട് എന്നവർ വിശ്വസിക്കും. എന്തിനാണത് പറയുന്നത്? ഈ പറയുന്നവനെ സ്രഷ്ടാവായി അള്ളാഹുവായി ജനങ്ങൾ പറയണം. അതുകൊണ്ടാണ് ചില സൂഫി തരീഖത്തിൻ്റെ പിഴച്ച ശൈഖുമാർ പറഞ്ഞത്, അവർ തുടക്കത്തിൽ സുബ്ഹാനല്ലാ എന്ന് ദിക്ർ ചൊല്ലും. സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ്. അങ്ങനെ അള്ളാഹുവിലുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലി 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 അവസാനം ഈ ആളുകൾ പോയി അള്ളാഹുവിലേക്ക് ലയിക്കുമെന്നാണ് അവർ പറയുക. പിന്നെ അവർ ചൊല്ലുക എന്താണ്? സുബ്ഹാനല്ലാ എന്നല്ല, പിന്നെയോ സുബ്ഹാനീ, ഞാനെത്ര പരിശുദ്ധനാണ്. സൂഫി ത്വരീഖത്തിൻ്റെ ആളുകളുടെ പിഴവുകൾ രേഖപ്പെടുത്തി വെച്ച കിതാബുകളിൽ നമുക്ക് കാണാം. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഇമാമുമാർ അവർക്ക് നൽകിയ മറുപടികളിൽ നമുക്കിത് കാണാം. ഇത് വെറുതെ പറയുന്നതല്ല. ഇനിയും ധാരാളക്കണക്കിന് ഈ ആളുകളുടെ പിഴവുകൾ നമുക്ക് കാണാം. നോക്കൂ, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നാണ് അവർ പറയുന്നത്. അള്ളാഹുവിനോടുള്ള യഥാർത്ഥ സ്നേഹം നമുക്ക് ആര് കാണിച്ചു തന്നിട്ടുണ്ട്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മുഅ്മിൻ ഖൗഫിൻ്റെയും റജാഇൻ്റെയും ഇടയിൽ ജീവിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത, ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചിട്ടില്ലാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സുദീർഘമായി നിസ്കരിക്കും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ സഹോദരങ്ങളെ പറഞ്ഞ മറുപടി എന്താണ്? ആയിഷ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ടേ എന്നാണ്. അവിടുത്തേക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടുന്ന് ഭയപ്പാടും പ്രതീക്ഷയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. സഹാബത്തിൽ നമുക്ക് ധാരാളം സംഭവങ്ങൾ കാണാം. അവരുടെ ജീവിതം, അവരുടെ ഇബാദാത്തുകൾ അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് നോക്കൂ, ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിലുള്ള ഭയം ഉണ്ടായിരിക്കണം, അതുപോലെ അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കണം, അള്ളാഹുവിനോട് അതിയായ സ്നേഹം ഉണ്ടായിരിക്കണം. അള്ളാഹു തആല പറഞ്ഞു സൂറത്തുൽ ഹിജ്റിൽ നമുക്ക് കാണാം, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. ഓ നബിയെ, എൻ്റെ അടിമകൾക്ക് താങ്കൾ അറിയിച്ചു കൊടുക്കുക, തീർച്ചയായും ഞാൻ അൽ ഗഫൂർ അർ റഹീം, ഏറെ പൊറുക്കുന്നവനാണ്, പാപങ്ങൾ പൊറുത്തു നൽകുന്നവനാണ്. അർ റഹീം, അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനാണ്. തൊട്ടുടനെ അള്ളാഹു എന്താണ് പറഞ്ഞത്? വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അതോടൊപ്പം നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, എൻ്റെ ശിക്ഷയാകുന്നു വേദനാജനകമായ ശിക്ഷ. അതാണ് നേരത്തെ പറഞ്ഞത്. ഏത് തെറ്റ് ചെയ്താലും,
ഇനി ഷിർക്കും കുഫറും ചെയ്തു എന്ന് വിചാരിക്കുക, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു, അള്ളാഹുവിനെ നിഷേധിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരുവൻ പോലും തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു അവനോട് കാരുണ്യം ചെയ്യും. അള്ളാഹു അവൻ്റെ തിന്മകൾ നന്മകളാക്കി മാറ്റിക്കൊടുക്കും. പക്ഷേ തെറ്റുകളിൽ തുടർന്ന് എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അള്ളാഹു പുറത്തു തരും. ഈ വാക്കാണ് പറയുക, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. എന്ത് തെറ്റ് ചെയ്താലും ഇത് പറയും. എത്രത്തോളം നെരിയാണിക്ക് താഴെ വസ്ത്രം പോയ ഒരു മനുഷ്യനോട് പോയി പറഞ്ഞാൽ അയാളും പറയും അള്ളാഹു പുറത്തു തരും. അതെ, അള്ളാഹു പുറത്തു തരും, ശരിയാണ്. തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, തീർച്ചയായും എൻ്റെ ശിക്ഷ അത് വേദനാജനകമായ ശിക്ഷയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു അവൻ്റെ കിതാബിലൂടെ അറിയിച്ചു തന്നിട്ടുണ്ട്, ഇന്നത് തെറ്റുകളാണ്, ഇന്നത് പാപങ്ങളാണ്, ഇന്നത് നിങ്ങൾ ഉപേക്ഷിക്കണം. തെറ്റുകൾ ചെയ്യുമ്പോൾ ഭയപ്പാടില്ലാതെ അള്ളാഹുവിൽ പ്രതീക്ഷ മാത്രം വെച്ച് ജീവിച്ചാൽ ഈ ആയത്ത് അവരെ പേടിപ്പെടുത്തേണ്ടതാണ്. നോക്കൂ, രണ്ട് കാര്യങ്ങളും അള്ളാഹു ഒരുമിച്ച് പറഞ്ഞു, പ്രതീക്ഷയും ഭയവും. ഇത് നമുക്കുള്ള പാഠമാണ്. നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടായിരിക്കണം. അതുപോലെ അള്ളാഹു പറഞ്ഞില്ലേ, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, ജനങ്ങളിൽ ചില ആളുകൾ അള്ളാഹു അല്ലാത്തവരെ സമന്മാരായി സ്വീകരിച്ചു, എന്നിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുകയും ചെയ്തു. അള്ളാഹുവിനെ പോലെ അള്ളാഹു അല്ലാത്തവരെ അവർ കണ്ടു. യുഹിബ്ബൂനഹും, അത്തരം നിദ്ദുകളെ, അള്ളാഹു അല്ലാത്ത ആളുകളെ സ്നേഹിച്ചു. അള്ളാഹുവിന് കൊടുക്കേണ്ട സ്നേഹം അവർ ഇത്തരം അവരുടെ ദൈവങ്ങൾക്ക്, അവരുടെ ദേവന്മാർക്ക്, കല്ലുകൾക്ക്, മരങ്ങൾക്ക്, ബിംബങ്ങൾക്ക്, വിഗ്രഹങ്ങൾക്ക്, തങ്ങന്മാർക്ക്, ജ്യോത്സ്യന്മാർക്ക്, ഔലിയാക്കന്മാർക്ക്, അമ്പിയാക്കൾക്ക്, മലക്കുകൾക്ക്, ജിന്നുകൾക്ക് എന്നിങ്ങനെ അവർ കൊടുത്തു. അള്ളാഹു പറയുന്നു, എന്നാൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് അതികഠിനമായ സ്നേഹമുള്ളവരാണവർ. അള്ളാഹുവിനോടുള്ള മുഅ്മിനീങ്ങൾക്കുള്ള സ്നേഹം അതികഠിനമാണ്. കേവലം ഹുബ്ബ് എന്നല്ല അള്ളാഹു പറഞ്ഞത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അശദ്ദു ഹുബ്ബൻ, അശദ് എന്നെപ്പോഴാണ് പറയുക? കഠിനമായ, ശക്തമായ എന്ന അർത്ഥം കിട്ടുന്ന വാക്കാണത്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ഓരോ ഇബാദത്തുകളിലും ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം. ഇതിൽ അതിര് കവിഞ്ഞു പോവാൻ പാടില്ല. ഭയപ്പാടിലോ പ്രതീക്ഷയിലോ സ്നേഹത്തിലോ അതിര് കവിയാൻ പാടില്ല. അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ ശരിയായ ഭയപ്പാടല്ല അവരുടെ മനസ്സിലുള്ളത്, ശരിയായ പ്രതീക്ഷയല്ല അവരുടെ മനസ്സിലുള്ളത്, ശരിയായ സ്നേഹമല്ല അവരുടെ മനസ്സിലുള്ളത്. ഇതിൽ അതിര് കവിഞ്ഞാൽ അള്ളാഹു പഠിപ്പിക്കാത്ത ഭയവും പ്രതീക്ഷയും സ്നേഹവുമാണ് പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അള്ളാഹുവിനോടുള്ള ഭയം എന്ന് പറഞ്ഞ് എന്തും ചെയ്യാമെന്നല്ല, അതിന് പരിധിയുണ്ട്. ഏത് കാര്യവും ചെയ്യാൻ നമുക്ക് മാതൃകയുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രത്യേകതകൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയില്ലേ നമ്മൾ, സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, സഹാബത്ത് എങ്ങനെ അള്ളാഹുവിനെ ഭയന്നു, സഹാബത്ത് എങ്ങനെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചു, സഹാബത്ത് എങ്ങനെ അള്ളാഹുവിനെ സ്നേഹിച്ചു. അതാണ് നമ്മുടെ മാതൃക. അതുകൊണ്ട് ഇത് അഹ്ലുസുന്നത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅ വസതുൻ ഫി അസ്മാഇല്ലാഹി തആല ബൈന അഹ്ലി തഅ്തീലി വ അഹ്ലി തംസീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, നാമഗുണവിശേഷണങ്ങൾ, അല്ലാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. അതെല്ലാം അൽ ഹുസ്ന, ഏറ്റവും നല്ല നാമങ്ങളാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ ആളുകൾ നിഷേധിക്കുകയില്ല, മറ്റൊന്നിനോട് രൂപം പറയുകയില്ല, സാദൃശ്യപ്പെടുത്തുകയില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചെടുത്ത് നിൽക്കും. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിച്ചാൽ കുറച്ചുകൂടി വ്യക്തമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്, 100ന് 1 കുറവ്. മൻ അഹ്സാഹ ദഖലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആര് അത് ഇഹ്സാ ചെയ്തുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്ന് ഈ ഹദീസിൽ നമുക്ക് കാണാം. അത് ഇഹ്സാ ചെയ്യണം. എങ്ങനെയാണ് ഇഹ്സാ ചെയ്യുക?
അത് നിഷേധിക്കാതെ, അതിനെ രൂപം പറയാതെ, മറ്റൊരു സൃഷ്ടിക്കും അത് വകവെച്ചു കൊടുക്കാതെ അങ്ങനെ അതിനെ സ്വീകരിക്കണം. അതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കാണാതെ പഠിക്കണം. ആ നാമങ്ങൾ മുഖേന അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യണം. ഇതെല്ലാം ഇഹ്സായിൽപ്പെട്ടതാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. വേറെ ചില ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുദീർഘമായ ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: അള്ളാഹുവിന് നമുക്ക് അറിയിച്ച് നൽകാത്ത നാമങ്ങളുമുണ്ട്. 99 നാമങ്ങൾക്ക് പുറമേ അള്ളാഹുവിന് അതിനേക്കാളുണ്ട്. നമുക്കറിയാത്ത നാമങ്ങളും റബ്ബിനുണ്ട്. നമുക്ക് പറഞ്ഞു തരാത്ത, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കാത്ത, അള്ളാഹു ഒരു കിതാബിലും അവതരിപ്പിച്ചിട്ടില്ലാത്ത, അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമുള്ള ചില നാമങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്കുണ്ട്. അവ്ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക് എന്ന് നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക എന്ന് തുടങ്ങുന്ന ദുഃഖവും പ്രയാസവും വിഷമവും ആകുലതയും ഉണ്ടായാൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുദീർഘമായ ഒരു പ്രാർത്ഥനയുണ്ട്. അതിൽ നമുക്ക് കാണാം ഈ പദപ്രയോഗം. ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്: അവ്ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്. അല്ലാഹുവേ, നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ ആർക്കും പറഞ്ഞു കൊടുക്കാതെ മറച്ചുവെച്ച നിന്റെ നാമങ്ങൾ മുഖേന. അപ്പം അതിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചു അള്ളാഹുവിന് 99 അല്ലാത്ത നാമങ്ങളുമുണ്ട്. ഈ നാമങ്ങൾ, അതിൽ വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഏത് നാമമെടുത്താലും ഏത് പേരെടുത്താലും അതിൻ്റെ കൂടെ അത്യുന്നതമായ വിശേഷണവും ഉണ്ടായിരിക്കും. അള്ളാഹു, അർ റഹ്മാൻ, അർ റഹീം എന്നിങ്ങനെയുള്ള നാമങ്ങൾ നമുക്കറിയാം. അതിലെല്ലാം വിശേഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന് അർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ നാമം, അതിലടങ്ങിയ വിശേഷണം എന്താണ്? അഹ്സൻത്, അർ റഹ്മ, കാരുണ്യം. അൽ അലീം എന്ന അള്ളാഹുവിൻ്റെ നാമത്തിലടങ്ങിയ വിശേഷണം ഏതാണ്? അൽ ഇൽം. അഹ്സൻതും. നോക്കൂ, ഇങ്ങനെ ഓരോ നാമം എടുത്താലും അതിൽ വിശേഷണമുണ്ട്. പണ്ഡിതന്മാർ അതിന് പറഞ്ഞു അള്ളാഹുവിൻ്റെ നാമങ്ങൾ അൽ ഹുസ്ന. ഖുർആനിൽ വന്നതാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിനാകുന്നു ഏറ്റവും നല്ല നാമങ്ങളുള്ളത്. അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം ഏറ്റവും നല്ലതാണ്. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും നല്ല നാമങ്ങളാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അസ്സിഫാത്തുൽ ഉല്യ, അത്യുന്നതമായ വിശേഷണങ്ങളുമുണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ എല്ലാ നാമങ്ങളിലും വിശേഷണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നിനെയും നിഷേധിക്കുകയില്ല, അതിലൊന്നിനെയും അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുകയില്ല, അതിലൊന്നിനെയും സാദൃശ്യപ്പെടുത്തുകയില്ല മറ്റൊന്നിനോട്, അതിലൊന്നിനെയും അർത്ഥം മാറ്റിപ്പറയുകയില്ല. പണ്ഡിതന്മാർ അതിന് പറഞ്ഞു മിൻ ഗൈരി തഹ്രീഫിൻ വലാ തഅ്തീലിൻ വലാ തകീഫിൻ വലാ തംസീലിൻ. ഇൻഷാ അല്ലാഹ് ഇത് ഉപകാരപ്പെടും. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലെ നിലപാട് ഇങ്ങനെയാണ്: മിൻ ഗൈരി തഹ്രീഫ്. അള്ളാഹുവിൻ്റെ ഒരു നാമമോ ഒരു വിശേഷണമോ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും അവർ മാറ്റിമറിക്കുകയില്ല, യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും മാറ്റിമറിക്കുകയില്ല. വലാ തഅ്തീലിൻ, നിഷേധിക്കുകയില്ല. വലാ തകീഫ്, രൂപം പറയുകയില്ല. വലാ തംസീൽ, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുകയില്ല. സഹോദരങ്ങളെ, ഇതെന്തിനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എന്തിനാണ് ഇപ്പോൾ നമ്മളായിട്ട് ബന്ധമുണ്ട്, നമ്മളുമായിട്ട് ഇതിന് നല്ലോണം ബന്ധമുണ്ട്. നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്ന വൽ ജമാഅത്താണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച പിഴവ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ചില്ലറ പിഴവൊന്നല്ല, വമ്പിച്ച പിഴവുകൾ നമുക്ക് കാണാം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ മിൻ ഗൈരി തഹ്രീഫ്. അഹ്ലുസുന്ന ഒരിക്കലും അള്ളാഹുവിൻ്റെ നാമമോ വിശേഷണമോ ഒരിക്കലും തഹ്രീഫ് നടത്തുകയില്ല. തഹ്രീഫ് എന്നത് യഹൂദികളുടെ സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ കിതാബിലെ വാക്കുകളെ
അവർ മാറ്റിമറിക്കും, അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് അതിനെ തെറ്റിച്ച് കളയും. നമ്മുടെ നാട്ടിലെ അശാരികളാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന സമസ്തക്കാർ, അവർ പറയും അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിൻ്റെ മുകളിലാണ്, അള്ളാഹു ഇസ്തിവാ ചെയ്തു എന്നവരോട് പറഞ്ഞാൽ അത് ഇസ്തൗല എന്നാണ് അതിൻ്റെ അർത്ഥം, അധികാരപ്പെടുത്തലാണ് എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു അടിമ സ്ത്രീ, ഒരു സ്വഹാബി ഈ അടിമയെ തല്ലുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് ഈ അടിമയെ മോചിപ്പിക്കണം എന്ന് തോന്നി, തെറ്റാണ് എന്ന് മനസ്സിലായി. അതിലൊരു കുറ്റബോധം വന്നപ്പോൾ അദ്ദേഹം കരുതി അടിമയെ മോചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചോദ്യങ്ങൾ ആ അടിമ സ്ത്രീയോട് ചോദിച്ചു. ഒന്ന്, ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഫിസ്സമാ, ആകാശങ്ങൾക്ക് മുകളിലാണ്. ഞാൻ ആരാണെന്ന് ചോദിച്ചു. താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഅതിഖഹാ ഫഇന്നഹാ മുഅ്മിന, അവരെ സ്വതന്ത്രയാക്കുക, അവർ വിശ്വാസിയാണ്. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, എത്രയോ ആയത്തുകളിൽ നമുക്ക് കാണാം. എന്നാൽ അശഅരി വിശ്വാസികളാണ്, അശഅരി തരീഖത്തിൻ്റെ ആളുകളാണ്, അശഅരി തരീഖത്തിൻ്റെ ആളുകളാണ് നമ്മളെന്ന് പറയുന്നവർ അതിനെ മാറ്റിമറിക്കും. ഇത് സാധാരണക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇസ്തവ എന്ന വാക്കിനെ ഇസ്തൗല എന്നാക്കി മാറ്റി. നോക്കൂ നിങ്ങൾ, തഹരീഫിൻ്റെ രൂപമാണിത്. ഇതാണ് തഹരീഫ് എന്ന് പറഞ്ഞാൽ. കേൾക്കുമ്പോൾ ഒരുപോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, ഇർഹമൂ മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. യർഹമുക്കും മൻ ഫിസ്സമാ, ഉപരിയിലുള്ളവൻ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഈ ആളുകൾ അർത്ഥം കൊടുത്ത് നോക്കിയാൽ മതി. ആകാശത്തിലുള്ളവൻ എന്നതിനെ അവർ മാറ്റിമറിക്കും. അതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ യൻസിലു റബ്ബുനാ തബാറക വതആല ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലെയും 1/3 അവശേഷിക്കുമ്പോൾ 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ അവർ മാറ്റി, അതിനെ തഹരീഫ് നടത്തി. എന്താണ് നടത്തിയത്? യൻസിലു റബ്ബുന എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ല, പിന്നെയോ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്നവർ പറഞ്ഞു. അള്ളാഹു ഇറങ്ങുമെന്നല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഇറങ്ങുക എന്നാണ് അവർ പറഞ്ഞത്. ഇത് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ ഇത്തരം പിഴച്ച വിശ്വാസം പേറി നടക്കുന്ന ആളുകളോട് അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ മുകളിലാണെന്നവർ പറയുകയില്ല. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലാണ് എന്നല്ല അവർ പറയുക. കാരണം അവർ പഠിച്ച പിഴച്ച അഖീദയിൽ അള്ളാഹു തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നാണ്. പിഴച്ച അദ്വൈത വിശ്വാസമാണ് അവർ പേറി നടക്കുന്നത്. സാധാരണക്കാരോട് പോയി ചോദിച്ചാൽ മതി, അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ പലരുടെയും മറുപടി അതാണ്, അള്ളാഹു മുകളിലാണ് എന്ന് പറയുകയില്ല, അള്ളാഹു എല്ലാ സ്ഥലത്തുണ്ടെന്ന് പറയും. എന്നിട്ട് അതിന് ആയത്തോതും. അതാണ് വേറെ രസം, അതാണ് അതിനേക്കാൾ അത്ഭുതം. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, തഹരീഫിൻ്റെ ആളുകളാണ് ഇത്തരം ആളുകൾ. അഹ്ലുസുന്ന വൽ ജമാഅ ഒരിക്കലും ഇത്തരം തഹരീഫ് നടത്തുകയില്ല. എന്താണോ അള്ളാഹു പറഞ്ഞത് അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളും. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊണ്ടാലും ശരി, നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ എത്തുംപൊടിയും കിട്ടുന്നില്ലെങ്കിലും ശരി, തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ബുദ്ധിക്ക് എതിരായാലും ഖുർആനിലും സുന്നത്തിലും വന്നതിനെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിന് മീതെയാണ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. ഇസ്തവ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ, അതിൽ പിന്നെ ഒരു മാറ്റിമറിക്കലില്ല. അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഇറങ്ങുമെന്ന് തന്നെയാണ്. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. നമ്മൾ പിന്നെ ഭൂമിയിലെ സമയവും ഭൂമിയിലെ രാപ്പകലുകളും കണക്കുകൂട്ടിയിട്ട് എന്താക്കേണ്ടതില്ല, നമ്മുടെ തല പുണ്ണാക്കേണ്ടതില്ല. സമയവും കാലമൊക്കെ നമുക്കാണ്. അള്ളാഹു ആരാണ്? അള്ളാഹു അക്ബർ. അള്ളാഹു എല്ലാവരെക്കാളും വലിയവനാണ്. അവൻ്റെ മഹത്വം എന്താണ്? അവൻ്റെ ഖുദ്റത്ത്, കഴിവെന്താണ്? അവൻ്റെ ഇൽമ്, അവൻ്റെ അറിവ് എന്താണ്? നമുക്ക് ചിന്തിച്ചാൽ എത്തുകയില്ല. അതുകൊണ്ട് അഹ്ലുസുന്ന തഹരീഫ് നടത്തുകയില്ല, വലാ തഅതീൽ, നിഷേധിക്കുകയുമില്ല. നിഷേധിക്കുന്ന ചില ആളുകളുണ്ട്. ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ
ആളുകൾ പലതും വിചാരിക്കും, അതുകൊണ്ട് അത് വേണ്ടതില്ല. അങ്ങനെ അഹ്ലുസുന്ന ഒരിക്കലും പറയുകയില്ല, നിഷേധിക്കുകയില്ല. വലാ തകീഫ്, രൂപം പറയുകയില്ല. അത് ഇന്ന രൂപത്തിലാണ്, അള്ളാഹുവിൻ്റെ ഇറക്കം അത് ഇന്ന രൂപത്തിലാണ് എന്ന് ഒരിക്കലും അഹ്ലുസുന്ന പറയുകയില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിന് വജുഹുണ്ട്, അള്ളാഹുവിന് കൈകളുണ്ട്, അള്ളാഹുവിന് കണ്ണുകളുണ്ട്, ഖുർആനിലുള്ളതാണ്. അതൊന്നും ഒരിക്കലും മറ്റൊന്നിനോട് രൂപപ്പെടുത്താൻ അഹ്ലുസുന്ന തയ്യാറാവുകയില്ല, അങ്ങനെ ചെയ്യുകയില്ല. വലാ തംസീൽ, സാദൃശ്യപ്പെടുത്തുകയില്ല. വേറൊന്നിനോട് സാദൃശ്യപ്പെടുത്തുക, അത് ഇന്നതുപോലെയാണ്, ഇന്ന രൂപമാണ് എന്നൊന്നും അഹ്ലുസുന്ന വൽ ജമാഅ പറയുകയില്ല. സഹോദരങ്ങളെ, ഈ ഭാഗം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഭാഗമാണ്. ഇതിൽ വലിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് എന്ത് കേട്ടാലും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഏത് ആയത്ത് നമ്മൾ കേട്ടാലും, അള്ളാഹുവിനെ കുറിച്ച് ഏത് വിശേഷണങ്ങൾ നമ്മൾ കേട്ടാലും, അള്ളാഹുവിനെ കുറിച്ച് ഏത് അവൻ്റെ നാമങ്ങൾ കേട്ടാലും, അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ വിശേഷണങ്ങൾ കേട്ടാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അറിയിച്ചു തന്ന ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സൂറത്തു ശൂറയിലെ 11-ാമത്തെ ആയത്ത്, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല, അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല. വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ഈ ആയത്താണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ആയത്ത്. അള്ളാഹുവിനെ കുറിച്ച് ഇസ്തവ എന്ന് കേട്ടു, ഈ ആയത്ത് കൊണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞു, നമ്മുടെ മനസ്സിൽ പല ചിന്തകളും വരും. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല. നമ്മുടെ ഇറക്കവും നമുക്ക് ഇറങ്ങാനുള്ള പ്രയാസവും ഒന്നുമല്ല നമ്മളവിടെ ചിന്തിക്കേണ്ടത്. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് നമ്മൾ കേട്ടു, അള്ളാഹുവിന് മുഖമുണ്ട്. നമ്മുടെ മുഖമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുഖമോ നമുക്ക് ചിന്തയിൽ വരാൻ പാടില്ല. കാരണം എന്താണ്? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല. അള്ളാഹുവിന് കരങ്ങളുണ്ട് എന്ന് പറഞ്ഞു, കൈകളുണ്ട്. നമ്മുടെ കൈകളല്ല, ഏതെങ്കിലും സൃഷ്ടിയുടെ കൈകളല്ല. അതിനോട് സാദൃശ്യപ്പെടുത്താനോ രൂപം പറയാനോ നമുക്ക് പാടില്ല. കാരണം ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവിന് കണ്ണുകളുണ്ട് എന്ന് പറഞ്ഞു, നമ്മുടെ കണ്ണുകളോ സൃഷ്ടികളുടെ കണ്ണുകളോ അല്ല. പിന്നെയോ ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. എത്ര മനോഹരമായ വിശ്വാസമാണ്. ഖാലിഖ് വേറെ, മഖ്ലൂഖ് വേറെ. ഏത് മഖ്ലൂഖിനെടുത്ത് നോക്കിയാലും ഖാലിഖുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ സഹോദരങ്ങളെ ഒരിക്കലും പിഴവ് പറ്റിക്കൂടാ. വലിയ വലിയ പിഴച്ച കക്ഷികൾ ഈ ഉമ്മത്തിൽ ഉടലെടുത്തത് ഈ വിഷയത്തിൽ തെറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അൽ മുഅ്തസില, അൽ ജഹ്മിയ, അൽ അശ്അരിയ, ഇങ്ങനെയുള്ള പിഴച്ച കക്ഷികളെ നമുക്ക് കാണാം. അവരുടെയൊക്കെ പിഴവ്, വലിയ പിഴവ് അസ്മാ വസിഫാത്തിലാണ്. ഈ പറഞ്ഞ നാമഗുണ വിശേഷണങ്ങളിൽ വലിയ അബദ്ധങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ ഈ പറഞ്ഞ മധ്യമ നിലപാടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ പഠിപ്പിച്ചതുപോലെ മാറ്റത്തിരുത്തലുകൾ വരുത്താതെ, നിഷേധിക്കാതെ, രൂപം പറയാതെ, സാദൃശ്യപ്പെടുത്താതെ അതിനെ അംഗീകരിക്കും, ഉൾക്കൊള്ളും, അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി സഹോദരങ്ങളെ, നേരത്തെ ഞാൻ ചോദിച്ചില്ലേ നമ്മളായിട്ടിപ്പോൾ ഇതിനെന്താണ് ബന്ധം എന്നത്? പ്രധാനപ്പെട്ട മറ്റൊരു ബന്ധം കൂടി പറഞ്ഞു തരാം. നമ്മുടെ നാട്ടിലെ ഷിർക്കിൻ്റെ, ബിദ്അത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് വെച്ചുകൊടുത്തതായി നമുക്ക് കാണാം.
നേരത്തെ പറഞ്ഞതിനേക്കാൾ ഗുരുതരമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സമീഅ ആണ്, അൽ ബസീറാണ് എന്ന് നമ്മൾ പറഞ്ഞു. സൂറത്തു ഷൂറയിലെ ആയത്ത് കേട്ടു, വഹുവ സമീഉൽ ബസീർ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ഇത് അള്ളാഹുവിൻ്റെ നാമമാണ്. അസ്സംഅ, എല്ലാം കേൾക്കുക എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അൽ ബസർ, എല്ലാം കാണുക എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. ഇതേ വിശേഷണങ്ങൾ മുഹൈദ്ദീൻ ഷെയ്ഖിന് വെച്ചു കൊടുത്തതായി നമുക്ക് കാണാം. എങ്ങനെയാണത്? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, ഓവറായി ചൊല്ലുന്ന വരികളിൽ നമുക്കിത് കാണാം. ഒരു കുപ്പിക്കകത്തുള്ള വസ്തുവിനെ എപ്രകാരം കാണാൻ സാധിക്കും, അപ്രകാരം നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് ഞാൻ കാണുമെന്ന് മുഹൈദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല റഹിമഹുല്ലാ. അദ്ദേഹം ഒരിക്കലും ആ വാക്ക് പറഞ്ഞിട്ടില്ല. എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ കാണാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു തടസ്സവുമില്ലാതെ വ്യക്തമായി നേർക്ക് നേരെ ഒരു മറയുമില്ലാതെ കാണുമെന്നാണ് ഹൃദയങ്ങളിലുള്ളത്. ഇതാരാണ്? അള്ളാഹുവാണത് കാണുന്നവൻ. അള്ളാഹു പറഞ്ഞു, യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതും അള്ളാഹു അറിയുന്നു. ഇതാരറിഞ്ഞു ഇവിടെ? മുഹൈദ്ദീൻ ഷെയ്ഖ് അറിയുന്നു എന്നാണ് പറയുന്നത്. മുഹൈദ്ദീൻ ഷെയ്ഖ് ഇനി അസ്സമീഅ ആണ് എന്ന് പറയുന്നത് കേട്ടോളൂ. ബല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. അതും ഓവറായി ചൊല്ലുന്ന വരിയാണ്. എവിടെ നിന്ന് വിളിച്ചാലും വായ മൂടുന്നതിന് മുന്നേ ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്നാണ്. അള്ളാഹുവിൻ്റെ നാമം അസ്സമീഅ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എന്ന അതേ നാമവും അതേ വിശേഷണവും മുഹൈദ്ദീൻ ഷെയ്ഖിന് നൽകിയിരിക്കുന്നു. ഇതാരാ ഇത് പറഞ്ഞത്? അള്ളാഹു പോലും അത് പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ത്? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബിദാ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വായ മൂടുന്നതിന് മുന്നേ ഉത്തരം നൽകാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ ഇസ്തിജാബ, ഉത്തരം നൽകുക എന്നത്, അള്ളാഹു ഒരടിമക്ക് ഉത്തരം നൽകുക എന്നത് മൂന്നാലൊരു രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ വേഗം കിട്ടും, അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും, അതല്ലെങ്കിൽ ദുനിയാവിൽ കിട്ടുകയില്ല, പരലോകത്തേക്ക് അള്ളാഹു അതൊരു നന്മയായി മാറ്റിവെക്കും. മുഹൈദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിനേക്കാൾ അപ്പുറത്താണ്. നിങ്ങൾ ഗൗരവം നോക്കൂ. നിങ്ങൾ ഈ വരികൾ കേൾക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ കേൾക്കുമ്പോഴും നമുക്കൊരുപക്ഷെ തമാശയായി തോന്നിയേക്കാം. കാരണം ഒരുപാട് പാടി നടന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിച്ചതാണ്. പക്ഷെ അതിലടങ്ങിയ ഗൗരവമായ ഗുരുതരമായ അപകടം സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ. ഇത് മുഹൈദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഇന്നും പറയുന്ന വരികളാണ്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ മഖ്ലൂഖിന്, ഒരു സൃഷ്ടിക്ക് വകവെച്ചു കൊടുത്തിരിക്കുകയാണ്. മുഹൈദ്ദീൻ ഷെയ്ഖ് മാത്രമാണോ? അതല്ലാത്ത എത്ര ആളുകൾക്ക് മമ്പ്രതങ്ങളെക്കുറിച്ച് ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു, എവിടെ നിന്നും വിളിച്ചോളൂ മമ്പ്രതങ്ങൾ ഉത്തരം നൽകുമെന്നാണ്. നഊദു ബില്ലാഹ്. എവിടെ നിന്നും വിളിച്ചാൽ സഹോദരങ്ങളെ, എവിടെ നിന്ന് വിളിച്ചാലും ആ വിളി കേൾക്കുന്നവനാരാണ്? അസ്സമീഅ എന്ന അള്ളാഹുവാണ്. അസ്സമീഅ എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആ വിളി കേൾക്കുന്നവൻ. ഒരുവൻ മനസ്സിൽ വിളിച്ചാൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് അറിയും, അത് കേൾക്കും. അത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുകയാണ്. എല്ലാം കാണുമെന്നത് മുഹൈദ്ദീൻ ഷെയ്ഖിന് വകവെച്ചു കൊടുക്കാൻ. അവിടുന്നൊക്കെ വിട്ടു. ഇതൊക്കെ പഴയതാണ്. ഇനിയോ ഇന്ന് എവിടെത്തി? മുദബ്ബിറുൽ ആലം എന്ന നിലക്കേക്ക് എത്തി. അർ-റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ നാമം. റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പും നിയന്ത്രണവും അധികാരവും ഒക്കെ അതിൻ്റെ പരിധിയിലാണ്. സൃഷ്ടിപ്പ്, നിയന്ത്രണം, അധികാരം ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? അർ-റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ നാമം. സൃഷ്ടിക്കും എന്ന് മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ ഈ പുരോഹിതന്മാർ. പറ്റുവാണെങ്കിൽ അതും പറയും. അതും പറഞ്ഞിട്ടുണ്ട് പല പിഴച്ച സൂഫി തരീഖത്തിൻ്റെ ശൈഖന്മാർ. ഇവിടെ ഈ പുരോഹിതന്മാർ പച്ചക്ക് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ലോകം മുഴുവനും, വേറൊരു വായാടി മുസ്ലിയാർ പറഞ്ഞിട്ടില്ലേ, ഒന്നല്ല സർവ്വലോകവും CM ആണ് നിയന്ത്രിക്കുന്നത് എന്നാണ്. ഒരു പേടിയില്ല. എന്നിട്ട് പറയാണ് ക്ലിപ്പാക്കി പ്രചരിപ്പിച്ചോളൂ. ധൈര്യം നോക്കണം നിങ്ങൾ.
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷണങ്ങളെ അട്ടിമറിച്ച രൂപമാണിത്. എന്നിട്ടാണ് അവകാശപ്പെടുന്നത് എന്ത്? ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളെന്ന്. ഏത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ? അതാണ് നമുക്ക് അവരോട് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ കിതാബിനെതിരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ ഇത്ര പച്ചയായ ശിർക്കും കുഫറും അടങ്ങുന്ന വിശ്വാസം പേറി നടക്കുകയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിലായി ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത ആളുകൾക്ക് അഹ്ലുസുന്ന വൽ ജമാഅയുമായി എന്തു ബന്ധമാണുള്ളത്? ഒരു കുലബന്ധം പോലുമില്ല എന്ന് പറയേണ്ടി വരും. തീർന്നില്ല, ഇത് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അസ്മാ വസിഫാത്തിൻ്റെ നാമഗുണവിശേഷണങ്ങളുടെ വിഷയത്തിൽ ഗുരുതരമായ പിഴവുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. കുറേ പൂർവികരിലേക്ക് പോകണം എന്നില്ല. അതിൻ്റെ എല്ലാം ബാധ ഇന്നും നമുക്ക് കാണാം. അതിൻ്റെ എല്ലാം ബാക്കി പത്രം ഇന്നും നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അവസാനമായി പറയട്ടെ, തൗഹീദ് സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ പറഞ്ഞ മാല മൗലിദുകൾ കുഴിച്ചുമൂടപ്പെട്ടെടുത്ത് നിന്ന് വീണ്ടും പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനേക്കാൾ 10 മടങ്ങ് ശിർക്കും കുഫറുമായി. അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ സമയമില്ല. പ്രബോധനം ചെയ്തുകൊണ്ടേയിരിക്കണം, പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ പറഞ്ഞ തെളിവുകൾ വെച്ചുകൊണ്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അവരെ യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്തുമാറാവട്ടെ. മരണം വരെ ഇസ്ലാമിലായിക്കൊണ്ട്, തൗഹീദിലായിക്കൊണ്ട്, സുന്നത്തിലായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ വലാലത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഉമ്മത്തിനെ ഇത്തരം വഴിപിഴച്ച നേതാക്കന്മാരിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. والله تعالى أعلى وأعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.